SDPIയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാകുന്ന ഒരു ലേബൽ എന്നത് അങ്ങേയറ്റം തിരിച്ചടി നൽകുന്ന ഒന്നാണ്. അതായത് തീവ്രമായ നിലപാടാണ് SDPI പുലർത്തുന്നത് എന്നുള്ളതാണ്. അവിടെ നമുക്ക് SDPIയുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് വളരെ പെട്ടെന്നൊന്ന് പരിശോധിച്ചാൽ ആണ് മനസ്സിലാക്കുക. SDPIക്ക് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവിധ ഇടങ്ങളിലായി ഏതാണ്ട് 102 സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചിരുന്നു എന്നതാണ്. അവരാകട്ടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മേൽക്കൈ, അതായത് വലിയ മേൽക്കൈ നേടിയത് അവരുടെ ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിലൂടെയാണ് എന്ന് എടുത്തു പറയുകയും ചെയ്യുന്നു. ഇതിനിടെ SDPI ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയത് ഏറെ വിവാദമായൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ പിന്തുണ നൽകിയതിൽ ഒന്ന് കോട്ടാങ്ങൽ എന്ന പഞ്ചായത്താണ്. പത്തനംതിട്ട ജില്ലയിൽ ആണ് ഈ കോട്ടാങ്ങൽ പഞ്ചായത്ത് വരുന്നത്. കോട്ടാങ്ങൽ പഞ്ചായത്തിൽ UDFനെ പിന്തുണയ്ക്കുകയും അങ്ങനെ UDFന് പ്രസിഡന്റ് ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലം ഉണ്ടാകുന്നു. മറ്റൊന്ന് തിരുവനന്തപുരത്ത് പാങ്ങോട് എന്ന പഞ്ചായത്താണ്. ഈ പാങ്ങോടിലും UDFനെയാണ് പിന്തുണച്ചത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ ചൊവ്വന്നൂർ എന്ന് പറയുന്ന ഇടം, ചൊവ്വന്നൂർ എന്ന് പറയുന്ന പഞ്ചായത്തിലും UDFനെയാണ് SDPI പിന്തുണച്ചത്. അതേസമയം മലപ്പുറത്ത് മാറഞ്ചേരിയിലെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ ലഭിച്ചത് LDFനായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. LDFനെ പിന്തുണച്ച സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ SDPI ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും അല്ലെങ്കിൽ UDFനെയും LDFനെയും ഒക്കെ പിന്തുണച്ചുവെങ്കിലും നിലവിൽ SDPIയെ മുന്നണികൾ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. ഒരു മുന്നണിയും ഇപ്പോൾ കൈകൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ SDPIയുടെ ഭാഗത്ത് നിന്ന് രണ്ട് മുന്നണികൾക്കും ഒരുപോലെ വിമർശനം ഉയർന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. അതിനിടയിൽ തന്നെ കോൺഗ്രസുമായി അടുക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് SDPI എന്നതാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന് അതിനെ പിടികൊടുക്കുന്നില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചു, 3 പഞ്ചായത്തുകളിൽ SDPI UDFനെ പിന്തുണച്ചപ്പോൾ ആ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് രാജി ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ SDPIയുടെ പിന്തുണയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആകേണ്ടതില്ല എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്. ഒപ്പം ഈ എന്തുകൊണ്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു എന്നത് പറയുമ്പോൾ അതിൽ SDPIയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വിശദീകരണം എന്നത് BJPയെ തടയുന്നതിന് വേണ്ടിയാണ് തങ്ങൾ ഈ തരത്തിൽ UDFനെ പിന്തുണയ്ക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം വന്നിരുന്നു. അതായത് കോൺഗ്രസിനെയും CPIഎമ്മിനെയും പിന്തുണച്ചതിൽ ഒരു വിശദീകരണം SDPIയുടെ ഭാഗത്തു നിന്നുണ്ടായി. BJP അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് SDPI സ്വീകരിച്ചത് എന്നതായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫിന്റെ പ്രതികരണം. ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. ഒരു നിലപാട് ഇതായിരുന്നു, BJP അധികാരത്തിൽ വരാതിരിക്കാനുള്ള ഒരു സമീപനം. മറ്റൊന്ന്, ചില പഞ്ചായത്തുകളിൽ LDF UDF മുന്നണികൾക്ക് സ്വന്തമായി ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തുകളിൽ അവിടെ ഒരു ഭരണ അസ്ഥിരത ഇല്ലാതിരിക്കാൻ, ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകാനും ജനങ്ങൾക്ക് വികസന പ്രവർത്തനം നന്നായി നടക്കാനും ഏതെങ്കിലും ഒരു മുന്നണിക്ക് പിന്തുണക്കുക എന്ന നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്തുണച്ചപ്പോഴും അതൊരു തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു. ഞങ്ങൾ ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു മുന്നണിക്ക് കൊടുത്തതായിരുന്നില്ല. പ്രാദേശികമായി അവിടുത്തെ ലീഡർഷിപ്പുമായി ഇരുന്ന് സംസാരിച്ച് ഒരു ധാരണയുടെ ഇതാണ്. അതായത് SDPIയുടെ വിശദീകരണം ഇതാണ്. അനീഷ, SDPIയുടെ ഡേറ്റ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ നമുക്കറിയാം 102 ഇടങ്ങളിൽ അവർ വിജയിച്ച നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും SDPIയുമായി കൈകൊടുത്താൽ അത് ഏത് തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക, അതിനെ രാഷ്ട്രീയ ആയുധമാക്കി എതിരാളികൾ മാറ്റുക, ഇതെല്ലാം മുന്നണികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഇപ്പോൾ SDPI ആരും കൊള്ളാനില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷവും സജീവമായി ഈ വിഷയം ചർച്ചയായി മാറിയതാണ്. അന്ന് ഈ പത്തനംതിട്ടയിലടക്കം LDF SDPIയുടെ പിന്തുണ സ്വീകരിക്കുകയും പിന്നീട് അതൊരു വർഗീയ കൂട്ടുകെട്ടായി UDF ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ അധികാരം പിടിക്കാൻ SDPIയുടെ സഹായം സ്വീകരിച്ചാൽ രണ്ട് മുന്നണികൾക്കും അത് വളരെ ദോഷകരമായി മാറുന്ന ഒരു സാഹചര്യം. നേരത്തെ വെൽഫെയർ പാർട്ടി അടക്കമുള്ള സഖ്യങ്ങൾ രഹസ്യമായി വെക്കുകയും പിന്നീട് പരസ്യമായി ആക്കുകയും ഒക്കെ ചെയ്ത UDF. പക്ഷേ ഈ SDPIയുടെ കാര്യത്തിൽ തികഞ്ഞ കരുതലോടുകൂടിയുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. തൃശ്ശൂരിലെ ചൊവ്വന്നൂർ, പത്തനംതിട്ട കോട്ടാങ്ങൽ, തിരുവനന്തപുരം പാങ്ങോട് എന്നിവിടങ്ങളിലാണ് ഭരണസഖ്യം രൂപീകരിക്കാനുള്ള പിന്തുണ SDPI നൽകിയത്. പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ സ്ഥാനങ്ങൾ രാജിവെക്കണമെന്ന്
അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസ് ഈ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ SDPI, BJP, CPIM എന്നീ പാർട്ടികളുടെ പിന്തുണയോടെ ഒരിടത്തും ഭരണകക്ഷി എന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ നിലപാടിനെയാണ് ഇപ്പോൾ SDPI പാടെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം BJPയെ തടയുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് തങ്ങൾ LDFനോ അല്ലെങ്കിൽ UDFനോ പ്രാദേശികമായി പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. മറുവശത്ത് ഈ പിന്തുണ വേണ്ട എന്ന് പറയുമ്പോൾ അവിടെ പലയിടങ്ങളിലും BJP അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പേയും ഈ BJPയെ തോൽപ്പിക്കുന്ന ഒരു അജണ്ടയോടുകൂടി തന്നെ പലയിടങ്ങളിലും ഈ രണ്ട് കക്ഷികൾക്കും മാറി മാറി പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് അവർ തീർത്തു പറയുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ പിന്തുണ വേണ്ട എന്ന നിലപാട് തന്നെയാണ് ഇടതുപക്ഷവും UDFും ആവർത്തിക്കുന്നത്. അഭിലാഷ്, റൈറ്റ്, അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. പ്രത്യേകിച്ച് രാഷ്ട്രീയ എതിരാളികൾ ഇതിനെ എങ്ങനെ മുതലെടുക്കും എന്നതാണ് പ്രധാനമായും ആശങ്കപ്പെടുത്തുന്നത് മുന്നണികളെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.